Hi, hello dear students. Welcome back to Future Plus Academy. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് ഇൻടേക്ക് ഫസ്റ്റ് സെമിസ്റ്റർ UG എക്സാമിനേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു എക്സാമിനേഷൻ കഴിഞ്ഞു. ഇനി അവർക്കുള്ളത് 26-ാം തീയതിയാണ് അവരുടെ എക്സാമിനേഷൻ വരുന്നത്. അപ്പം ഇടയിലൊക്കെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് എക്സാമിനേഷന്റെ സമയത്തും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ ഇനഫ് ഓഫ് ദി ടൈം ഉണ്ട്. അപ്പം ഓരോ പരീക്ഷയും അതിന്റെ സബ്ജക്റ്റിനനുസരിച്ച് ഓരോ പോലെയാണ്. അപ്പൊ ഇനി BA ഇംഗ്ലീഷ് ഓണേഴ്സ് സ്റ്റുഡൻസിന് 26-ാം തീയതി നടക്കുന്ന പരീക്ഷ ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ്. അവരുടെ കോർ പേപ്പർ തന്നെയാണ്. അപ്പൊ ഈ പരീക്ഷ കഴിഞ്ഞ പ്രാവശ്യത്തെ അതായത് ഈ BA ജനറൽക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇതായിരുന്നു അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ. ഈ പേപ്പറെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു വാസ്റ്റ് വൈഡ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ പേപ്പർ ആൻസേഴ്സ് മേ ബി റിട്ടൺ ഐദർ ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ BA ഓണേഴ്സുകാർക്ക് എന്താണ് അതുപോലെ തന്നെയാണോ? കാരണം സിമിലർ പേപ്പറാണ്. അവരും ഈ പ്രാവശ്യം പഠിക്കുന്നത് അതേ പേപ്പറാണ്. അതിലെ സിലബസിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. ചാപ്റ്ററിലോ ഒന്നും വ്യത്യാസമില്ല. അതേ ടെക്സ്റ്റ് ബുക്കാണ്. അതിന്റെ ഫ്രണ്ട് കവർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇവർക്കും എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിലും മലയാളത്തിലും ആ പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത കുട്ടികളാണ് ഇങ്ങനെ ഒരു ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം എന്നുള്ള ആ ഒരു സൂചന കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ നിലവിൽ ഇതുവരെ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് അതിനെക്കുറിച്ച് യാതൊരു നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല. അപ്പം മിക്കവാറും ഓണേഴ്സുകാർക്കും അതുപോലെ എഴുതാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണ് പരീക്ഷ എഴുതുന്നെങ്കിൽ അത് മുഴുവനായിട്ട് ഇംഗ്ലീഷിൽ എഴുതാനും, നിങ്ങൾ മലയാളത്തിൽ ആ പരീക്ഷയുടെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറെക്കുറെ മലയാളത്തിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. അല്ലാതെ രണ്ട് ഭാഷയും കൂടി മിക്സ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ അരോചകമായി തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം നമ്മൾ സ്റ്റുഡൻസ് എഴുതുന്ന സമയത്ത് ഇപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ കുട്ടികൾ ഈ ഒരു യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്യുന്നത് തന്നെ ഇഗ്നോയിൽ നിന്ന് വിട്ട് ഇതിൽ അപ്രോച്ച് ചെയ്യുന്നത് തന്നെ മലയാളത്തിൽ പരീക്ഷ എഴുതാം, മലയാളത്തിൽ പഠിക്കാം എന്നുള്ള ഒരു ആശയത്തിന്റെ പുറത്താണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് തന്നെയാണ്. നമ്മൾ മലയാളത്തിലാണ് അതിന് ഉത്തരം എഴുതാൻ ശ്രമിക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും ചോദ്യങ്ങൾക്കെല്ലാം മലയാളത്തിൽ ഉത്തരം എഴുതുക. അല്ലാതെ ഇംഗ്ലീഷും മലയാളവും രണ്ട് ഭാഷയും ഇടകലർത്തി എഴുതുന്നത് ഒരു നമ്മൾ ആ നോക്കുന്ന എക്സാമിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാം എന്ന ഓപ്ഷൻസ് തരുന്ന പേപ്പർ ഏത് ഭാഷയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തീരുമാനിച്ചു വെക്കുക. ചോദ്യങ്ങൾ മനസ്സിലാക്കി ഉത്തരങ്ങൾ മലയാളത്തിൽ എഴുതാം. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലും ഉത്തരം എഴുതാം എന്നുള്ളൊരു സംവിധാനത്തില് ഒരിക്കലും മലയാളത്തിൽ അവർ ചോദ്യം കൊടുക്കുന്നതല്ല. ഇംഗ്ലീഷിൽ തന്നെയാണ് ചോദ്യങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ അതിന് ഉത്തരം എഴുതുക. 70 മാർക്കിന്റെ പരീക്ഷയാണിത്. 3 മണിക്കൂറാണ്. 4 സെക്ഷനുകളിലായിട്ടാണ് തരുന്നത്. ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഉത്തരങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാം എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം വരെയുള്ള ഈ പേപ്പറിന്റെ ഒരു ഒരു തീരുമാനം. അപ്പൊ ഈ വർഷം ഓണേഴ്സുകാർക്ക് അതിൽ വലിയ പ്രത്യേകതയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ തന്നെ സാഹചര്യം ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പം ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലസിന്റെ ലേൺ സ്റ്റോറിന്റെ വെബ്സൈറ്റ് കിട്ടും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകളും അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.